നടന്നത് ചിലപ്പോൾ ഏതെങ്കിലും പ്രാകൃതമായ പ്രദേശങ്ങളിലായിരിക്കാം. ഇത് മുഖംമൂടലുമായൊരു ബന്ധമുണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഇതെല്ലാം നമ്മുടെ അടുത്തെത്തുമ്പോഴേക്ക് ഈ രൂപത്തിൽ ആകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഒരു മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഞാൻ. മാധ്യമങ്ങളുടെ വളരെ സമർത്ഥമായ ഒമിറ്റിംഗ് ഉണ്ട് മാധ്യമങ്ങൾക്കല്ല, മാധ്യമ സംസ്കാരത്തിന്. ഏതെങ്കിലും ഒരു പ്രത്യേക മാധ്യമം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മീഡിയയുടെ സംസ്കാരത്തിന് ഒരു ഒമിറ്റിംഗ് രീതിയുണ്ട്. അത് ആ ഒമിറ്റിംഗ് വഴി വളരെ വലിയ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഇറാനിൽ വിപ്ലവം നടന്ന ആ സമയത്ത് ഉടനെ ഇറാനിലെ വിപ്ലവം ഇസ്ലാമികമേ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇസ്രായേലിൽ നടന്ന വിപ്ലവം ഇസ്ലാമികമായി യാതൊരടിത്തറയുമില്ലാത്ത ഒരു കേവല വിപ്ലവമാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ അതിന് ഇസ്ലാമിക വിപ്ലവം എന്ന് അവർ പേര് കൊടുത്തിരുന്നു. ലോകം അങ്ങനെ അതിനെ വിളിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഉടനെ തന്നെ അവിടെ ഒരു ന്യൂസ് വരികയാണ്. നമ്മളെ നാട്ടിലെ മാതൃഭൂമിയെ പോലുള്ള പത്രങ്ങളിൽ പ്രത്യേകം കോളത്തിൽ ആ ന്യൂസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇറാനിൽ സ്ത്രീകൾ വസ്ത്രമഴിച്ച് കുളിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ്. ആ വാർത്ത കംപ്ലീറ്റ് വായിച്ചു നോക്കിയാൽ കുളിമുറിയിൽ വെച്ച് പോലും പെണ്ണുങ്ങൾ വസ്ത്രം അഴിക്കാൻ പാടില്ല എന്നാണ് ഖുമൈനിയുടെ ക്യാമറ കണ്ണുകൾ അവിടേക്കെല്ലാം ചെല്ലും. പെണ്ണുങ്ങളെങ്ങാനും ഡ്രസ്സ് പർദ്ദട്ടുകൊണ്ട് കുളിക്കണം, പർദ്ദ അഴിച്ചു വെച്ച് കുളിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ള രൂപത്തിലാണ് വാർത്ത. ഏതായിരുന്നാലും ഏത് ഖുമൈനിയാണെങ്കിലും ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കാൻ സാധ്യതയില്ല എന്ന് ഒരു ശരാശരി ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരു അന്വേഷണ തൃഷ്ണ എന്നുള്ള നിലക്ക് തെഹ്റാനിൽ നിന്ന് വരുന്ന തെഹ്റാൻ ടൈംസ് അതിനടുത്ത ലക്കം വന്നപ്പോൾ ഇതിൻ്റെ സംഗതികൾ പരിശോധിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖുമൈനിയുടെ ഒരു നിയമമാണ്. പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീകൾ നഗ്നമായി കുളിക്കുന്നതിനെ വിരോധിച്ചുകൊണ്ടുള്ള നിയമം. പൊതുസ്ഥലത്ത് എന്നത് വളരെ സമർത്ഥമായി ഒമിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ എത്ര വലിയ ഒരു നിയമമായി, ഭീകരതയായി അത് മാറി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീകൾ നഗ്നകളായി കുളിക്കാൻ പാടില്ല എന്നതായിരുന്നു പ്രത്യേകമായ ഓർഡിനൻസ് നിയമം. അതിനെയാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് ഒറ്റ ചെറിയൊരു ഒമിറ്റിംഗ് വഴി. ഞാൻ സൂചിപ്പിക്കുന്നത്, പലപ്പോഴും വാർത്തകൾ വരുമ്പോൾ അത് അതേപോലെ നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം അത് യഥാർത്ഥത്തിൽ ഉള്ള പലപ്പോഴും അത് മസ്തിഷ്ക പ്രക്ഷാളനത്തിനുള്ള, ബ്രെയിൻ വാഷിങ്ങിനുള്ള ഒരു നിമിത്തമാണ് എന്ന് തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമികമല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പേര് മൺലാൽ, പാലക്കാട് വർക്ക് ചെയ്യുന്നു. പാശ്ചാത്യ ശക്തികൾ ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഭീകരവാദം ഗ്ലോബൽ മാർക്കറ്റിംഗ് പിടിച്ചടക്കുക എന്നതിലുപരി എന്തെങ്കിലും പ്രത്യേക പാശ്ചാത്യ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിനാണോ? പാശ്ചാത്യ ശക്തികൾ ഇസ്ലാമിന് പേരിൽ ആരോപിക്കുന്ന ഭീകരവാദം അതിന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പിടിച്ചടക്കുക എന്നതിനപ്പുറം മറ്റേതെങ്കിലും അവരുടെ അജണ്ട അടിച്ചേൽപ്പിക്കലാണോ എന്നാണ് ചോദ്യം. ഞാൻ എൻ്റെ നേരത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നെന്താ വെച്ചാൽ, ഇസ്ലാമിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിക്കുന്ന ഒരാൾ, അയാൾ ആത്യന്തികമായി ഇസ്ലാമിൽ എത്തിച്ചേരുകയേ ഉള്ളൂ എന്ന് കൃത്യമായി പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കറിയാം. ഇഫ് എനി റിലിജൻ ഹാസ് എ ചാൻസ് ഓഫ് കോൺകറിങ് ഇംഗ്ലണ്ട് നേ യൂറോപ്പ്, ദാറ്റ് ഈസ് ഇസ്ലാം എന്ന് പറഞ്ഞത് ബർനാഡ് ഷായാണ്. ബർനാഡ് ഷാ അത് പറയുമ്പോൾ പെട്രോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലുമില്ല. ബർനാഡ് ഷാ അത് പറയുന്ന സമയത്ത് അറബ് നാടുകളിൽ പെട്രോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലുമില്ല. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ഒരു മതം ഇംഗ്ലണ്ടിനെ അല്ല യൂറോപ്പിനെ തന്നെ കീഴടക്കുമെങ്കിൽ അത് ഇസ്ലാമാണ് എന്ന്. ബർനാഡ് ഷാ മുസ്ലിങ്ങളുടെ കൂലിയെഴുത്തുകാരനല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടിത് പറഞ്ഞു? ഇസ്ലാമിനെ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും, തലച്ചോറിനെയും ഹൃദയത്തെയും ഒരേപോലെ സംതൃപ്തമാക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ എന്നുള്ളത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഭക്തിയെയും യുക്തിയെയും സമന്വയിപ്പിക്കുന്നതാണ് ഇസ്ലാമിക ആദർശങ്ങൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും അവൻ്റെ ഫാക്കൽറ്റികളാണ്. ആ ഫാക്കൽറ്റികളിൽ
പൊതുവെ നിലവിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യമായ ദുരന്തം ഭക്തി തിരഞ്ഞെടുക്കണമെങ്കിൽ യുക്തിയെ പൂർണ്ണമായി നിരസിക്കണമെന്നതായിരുന്നു. യുക്തി തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ ഭക്തിയെ പൂർണ്ണമായി നിരസിക്കണമെന്നതും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മതം അല്ലെങ്കിൽ ആത്മീയത തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവർക്ക് ജീവിത നിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ജീവിതം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാകട്ടെ അല്ലെങ്കിൽ ആസ്വാദനം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാകട്ടെ അവർക്ക് മതവും ആത്മീയതയും പൂർണ്ണമായി നിഷേധിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാം ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും വിശുദ്ധീകരിച്ചുകൊണ്ട് ആത്മീയമായ വിശുദ്ധീകരണത്തിലൂടെ ജീവിതത്തിൻ്റെ ആസ്വാദനം എന്ന തത്വം പഠിപ്പിച്ചു. ജീവിതത്തെ ആസ്വദിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, അല്ലാതെ ജീവിതത്തെ നിഷേധിക്കുകയാണ് വേണ്ടത് എന്നല്ല. ജീവിതത്തെ ആസ്വദിക്കണമെങ്കിൽ ഇസ്ലാം പറയുന്നത് ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും സർവേശ്വരനായ തമ്പുരാൻ പഠിപ്പിച്ച നിയമങ്ങൾ അനുധാവനം ചെയ്യണമെന്നാണ്. അങ്ങനെയാകുമ്പോൾ ഇസ്ലാമിൻ്റെ ആത്മീയത എന്നത് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തുമുള്ള ദൈവിക നിയമങ്ങളുടെ പാലനമാണ്. അത് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ തരത്തിലുമുള്ള ആത്മീയമായ അധമത്വങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് മോചനം ലഭിക്കുക മാത്രമല്ല, മനുഷ്യരുടെ കൈകളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരങ്ങളുടെ മുഴുവനും ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും ഇസ്ലാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ചിന്തിക്കുന്ന ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും ശാസ്ത്ര വ്യാവസായിക വിപ്ലവങ്ങൾക്ക് ശേഷം യൂറോപ്പും ഇംഗ്ലണ്ടും ചിന്തിക്കുന്ന, വിശേഷിച്ച് യുക്തി ഉപയോഗിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട് എന്നതും, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് കാമ്യമായി തീരുക, അവിടെയുള്ള ആളുകൾക്ക് സ്വീകാര്യമായി തീരുക ഇസ്ലാമായിരിക്കും എന്നും മുൻകൂട്ടി തന്നെ ഇവർ പ്രവചിച്ചത്. അവർ പ്രവാചകന്മാരായതുകൊണ്ടല്ല, മറിച്ച് അവർ ഇസ്ലാമിനെ കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. സമൂഹത്തിൻ്റെ പോക്കിനെ കുറിച്ച് അവർ അനലൈസ് ചെയ്തത് കൊണ്ടാണ്, അപഗ്രഥിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെയായപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വത്തിൻ്റെയും നുഖങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുകയാണ്. സാമ്രാജ്യത്വം അതും പരമ്പരാഗത മതം, സ്ഥാപന മതവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ മാർക്കറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ സാമ്രാജ്യത്വത്തിൻ്റെ മാർക്കറ്റിംഗ് വഴി ഉണ്ടായിത്തീരുക മനസ്സംഘർഷങ്ങളാണ്. മനസ്സംഘർഷങ്ങൾ സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മദ്യമാണെങ്കിലും പെണ്ണാണെങ്കിലും ലോട്ടറി ആണെങ്കിലും പലിശയാണെങ്കിലും ഇതെല്ലാം മനസ്സംഘർഷം സൃഷ്ടിക്കുന്നവയാണ്. ഈ മനസ്സംഘർഷത്തിന് പരിഹാരം ആവശ്യമുണ്ട്. ആ പരിഹാരം, മനസ്സംഘർഷത്തിന് പരിഹാരമായുള്ള ആത്മീയ കേന്ദ്രങ്ങൾ ഉണ്ടാകണം. മുതലാളിത്തത്തിനും ആവശ്യമാണ്. പക്ഷെ ആത്മീയ കേന്ദ്രങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൂടാ. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടി ആൾ ദൈവങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും ക്ഷിപ്ര ആത്മീയതയുടെ കേന്ദ്രങ്ങളും ഇൻസ്റ്റന്റ് ആത്മീയതയുടെ കേന്ദ്രങ്ങളും വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ധ്യാനത്തിന് പോകുന്ന, കെട്ടിപ്പിടിക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ പാദസ്പർശമേൽക്കാൻ പോകുന്ന ആൾക്ക് അയാൾ ഇന്നലെ വരെ ജീവിച്ച പോലെ തന്നെ നാളെയും ജീവിക്കാം. പക്ഷേ അവിടെ നിന്ന് ലഭിക്കുന്ന അമ്മേ എന്ന് വിളിക്കുമ്പോൾ, മകനെ എന്ന് വിളിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയമായ അനുഭൂതി, അതുമല്ലെങ്കിൽ ഒരല്പം ശ്വാസം മുകളിലേക്കും താഴേക്കും എടുത്തു വിട്ടാൽ ലഭിക്കുന്ന ഒരു മെന്റൽ റിലാക്സേഷൻ, അതുമല്ലെങ്കിൽ നിങ്ങൾ വരുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പറയുമ്പോൾ ലഭിക്കുന്ന, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒരു മെന്റൽ റിലാക്സേഷൻ, ഒരു മാനസികമായ അനുഭൂതി, അത് മതി ആധുനിക മനുഷ്യന് അവനുള്ള ഒരു അനുഭൂതിയായി, അല്ലെങ്കിൽ അവനൊരു റിലാക്സേഷനായി. മകനെ എന്ന് വിളിക്കാൻ ലോകത്താളില്ലാതെ ആയിത്തീരുന്ന അമ്മയും മകനും മകളുമെല്ലാം കച്ചവടവൽക്കരിക്കപ്പെടുന്ന, അവരെല്ലാവരും മുലപ്പാലിനടക്കം വില പറഞ്ഞു വാങ്ങുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുകയും അവിടെ അമ്മയുടെ സ്നേഹവും മാതൃസ്നേഹവും അതേപോലെ തന്നെ ഒരാത്മീയമായ സായുജ്യവും നേടിത്തരുന്ന ഇത്തരം ഇൻസ്റ്റന്റ് ആത്മീയതയുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ആ കേന്ദ്രങ്ങളും ഇവരും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ആ കേന്ദ്രങ്ങൾ ഇവർക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സാമ്രാജ്യത്വം വളർത്തും. പക്ഷേ ഇടപെടാൻ പാടില്ല പരസ്പരം. മാർക്കറ്റിൽ ഇടപെടാൻ പാടില്ല. എന്തുടുക്കണമെന്ന് ആത്മീയത പറയാൻ പാടില്ല. എങ്ങനെ ഉടുക്കണമെന്ന് പറയാൻ പാടില്ല. എന്ത് കുടിക്കണമെന്ന്, എന്ത് കുടിച്ചുകൂടാ എന്ന്, എന്ത് സമ്പാദിക്കണമെന്ന്, എങ്ങനെ സമ്പാദിക്കണമെന്ന്, എങ്ങനെ ചെലവഴിക്കണമെന്ന്, ഇതൊന്നും ആത്മീയതയുടെ വിഷയമാകരുത്. അത് ആത്മീയത